അതെ, ഒരു കാര്യം അറിയോ? കൂണിടി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്നാൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. അതായത് ഈ മണ്ണിൻ്റെ അടിയിലുള്ള കൂണിനൊക്കെ മുളച്ചു പൊങ്ങാൻ വേണ്ടി ഒരു ഇടി വെട്ടുക. അങ്ങനെ ഒരു ഇടി വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന്മാരൊന്നും മണ്ണിൻ്റെ അടിയിൽ നിൽക്കില്ല, ഒക്കെ മുളച്ച് പൊങ്ങി വരും. അങ്ങനെ എല്ലാ കൊല്ലവും നമ്മൾ അടുത്തുള്ള ഒരു പറമ്പിൽ ഇങ്ങനെ കൂനുണ്ടാവുമെന്ന് കേട്ടപ്പോൾ അത് ഒന്ന് ശരിയാണോ എന്നറിയാൻ വേണ്ടി പോയി നോക്കിയതാട്ടോ. അപ്പോഴല്ലേ കാണുന്നത് അടിപൊളി കാഴ്ച, നിറയെ കൂനുണ്ടായിരിക്കണം കേട്ടോ. ആ, പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ ഈ കൂന് പറിക്കുന്ന സമയത്ത് മിണ്ടാൻ പാടില്ല. മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ കൂന് കിട്ടില്ല. അതായത് പിന്നെ കൂന് അവിടെ ഉണ്ടാവില്ലത്രേ. പക്ഷേ എത്ര സൗണ്ട് ഉണ്ടാക്കാതെ പറിക്കണം എന്ന് കരുതിയാലും എന്താണെന്നറിയില്ല, ഈ കൂന് കാണുന്ന സമയത്ത് എവിടെ നിന്നാണെന്നറിയില്ല സംസാരം വരുന്നത്. ആ സന്തോഷവും ഇതൊക്കെ അറിയാതെ വന്നു പോവും. അതങ്ങനെ തന്നെയല്ലേ. പിന്നെ മറ്റൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ കൂണ് കഴിക്കുന്നത് നല്ലതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന കൂണില്ലേ, അതിനേക്കാൾ എത്രയോ ടേസ്റ്റ് ഏറെയാണ് ഇങ്ങനെ കിട്ടുന്ന കൂന്. പക്ഷേ അതെപ്പോഴും നമുക്ക് കിട്ടില്ല. വർഷത്തിൽ ഒരിക്കലോ ഒന്നോ രണ്ടോ തവണയൊക്കെയാണ് കിട്ടുന്നത് കേട്ടോ. നമ്മളിതിനെ പടക്കൂനെന്നാണ് പറയുക. എന്താണ് അങ്ങനെ വിളിക്കാൻ കാരണം എന്നറിയില്ല. ഒരു പടയായിട്ടൊരു കൂട്ടായിട്ട് നിൽക്കുന്നതുകൊണ്ടാണോ എന്തോ. ഏതായാലും കേൾക്കാൻ രസമുണ്ട്. പിന്നെ നമ്മൾ കൂന് ശേഖരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് മുട്ട് പോലെ നിൽക്കുന്ന കൂണ് നമുക്ക് ധൈര്യമായിട്ട് പറിച്ചിട്ട് വെക്കാം. അതായത് അതിൽ വേറെ പുഴുക്കളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ ഈ വിരിഞ്ഞ് നിൽക്കുന്ന കൂനുണ്ടല്ലോ, ചില വിരിഞ്ഞ് നിൽക്കുന്ന കൂനുകളിലൊക്കെ പുഴുക്കളുണ്ടാവും, വെള്ള പുഴുക്കളാണ് ഉണ്ടാവുക. അപ്പം നമ്മൾ ഇത് പറിച്ച് വെക്കണ സമയത്ത്, വൃത്തിയാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണേ. അങ്ങനെ പുഴുക്കളുള്ളത് നമ്മൾ ഒഴിവാക്കിയിട്ട് വേണം വെക്കാനായിട്ട്. പിന്നെ ഈ പാവം കൂണിനെ കുറിച്ച് കുറേ അഭ്യൂഹങ്ങളുണ്ട്. അതായത് ശരിക്കും ആളുകൾക്ക്, ചില ആളുകൾക്ക് കേട്ടോ, എല്ലാവരും പറയാൻ പറ്റില്ല, ചില ആളുകൾക്കൊക്കെ കൂണിനെ പേടിയാണ്. അതായത് കുഞ്ഞുനാളിലെ ആരോ നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിട്ടുണ്ട്, പ്രാന്തൻ കൂന് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പല കൂനുകൾ കണ്ടാലും അത് കഴിക്കാൻ പേടി, അത് കഴിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാരണം കൊണ്ട് നല്ല ഒരുപാട് കൂനുകൾ നമ്മൾ വേസ്റ്റാക്കി കളയുന്നുണ്ട്. അതായത് എടുക്കൂല, കാരണം എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ എന്തേ സംഭവിച്ചാലോ എന്നുള്ള പേടിയുണ്ട്. അങ്ങനെ പേടി വേണ്ട. നമുക്ക് എഡിബിൾ ആയിട്ടുള്ള കൂണുകളുണ്ട്, ഇല്ലാത്തതുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും.
ഇനി നമ്മൾ കൂണ് വൃത്തിയാക്കിയിട്ട് കഴുകിയെടുക്കണം കേട്ടോ. വൃത്തിയാക്കുമ്പം പുഴുണ്ടോ എല്ലാം നോക്കിയിട്ട് മണ്ണായ ഭാഗങ്ങളൊക്കെ ചെത്തിക്കളഞ്ഞ് അങ്ങനെ നന്നാക്കിയിട്ട് വേണം നമുക്ക് കഴുകി വൃത്തിയാക്കാനായിട്ട്. വളരെ നല്ലൊരു സംഭവമാണ്. അപ്പോൾ ഓക്കെ, അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.